ഹേ ഗൈസ്, നമ്മുടെ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ക്ലീനാക്കി വെക്കാൻ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അതായത് മെയിനായിട്ട് ഇതാണ് ഞാൻ ആദ്യം മേടിച്ചത്, മൈക്രോ ഫൈബർ ക്ലോത്ത്. അപ്പോൾ ഇത് വണ്ടി മേടിക്കുന്നതിന് മുന്നേ ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ ആമസോണിൽ മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഇത്ര വലുത് വേണ്ട, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഞാനിത് വലുത് മേടിച്ചത്, എനിക്ക് ഇത്ര വലുതിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഞാൻ അതിടാം. അതാകുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ വെക്കാനോ എവിടെയെങ്കിലും വെക്കാനും ഹാൻഡി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മേടിച്ചതാണ്. പിന്നെ മേടിച്ചത് ഇത് കണ്ട്, നമ്മൾ ഓയിൽ മൊട്ടിയുള്ള ഓയിലാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഷെല്ലിൻ്റെ ഒരു ഓയിൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഗിയർ ഓയിലാണ്, ചെയിൻ ലൂബ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു 1 ലിറ്ററിൻ്റെ ഒരു ക്യാൻ മേടിച്ചാൽ ഒരു വർഷം 1.5 വർഷമൊക്കെ എന്തായാലും നിൽക്കും, അത്രയ്ക്കും നിൽക്കും. ഇപ്പോൾ അതിൻ്റെ 1 വർഷം 1.5 വർഷം 2 വർഷത്തിൽ 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് ഗിയർ ഓയിലാണ് യൂസ് ചെയ്തത്. ആദ്യം കുറച്ചിങ്ങനെ ലൂബൊക്കെ യൂസ് ചെയ്താലും പിന്നെ ഗിയർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നിൽക്കും. അപ്പോൾ ഇതാണ് പിന്നെ മേടിച്ചത്. പിന്നെ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രില്ലിൻ്റെ ഒരു ബോട്ടിൽ എടുത്തായിരുന്നു. നമുക്ക് ഓയിൽ ക്യാൻ കിട്ടും ചെറിയ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെനിക്ക് കടയിൽ പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇത് മേടിച്ചത്. പക്ഷേ ഇത് കുഴപ്പമില്ല, പർപ്പസ് മീറ്റ് ചെയ്യും. അതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റും, നമുക്കിത് ലീക്കൊന്നും ആവില്ല. ഓക്കെ, ഇത് അടപ്പുള്ള പോലെ ഇതിങ്ങനെ ഓപ്പൺ ക്ലോസ് സംഭവമല്ലേ, അടിപൊളിയാണ്. പിന്നെ അതേപോലെ പിന്നെ ഒരു ലൂബ് ഞാൻ മേടിച്ചാണ് ഈ ഇടയ്ക്ക്. അതായത് ഇത് എൻ്റെ മൊട്ടികളുടെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഷെല്ലിൻ്റെ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിത് അടുത്തൊരു ഷോപ്പിൽ നിന്ന് ഇത് കണ്ടപ്പോൾ ഇത് മേടിച്ചായിരുന്നു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടില്ലേ, പിന്നെ ഇത് ഈ WD-40 ഇത് മെയിനാണ്. ഇത് നമുക്ക് റെസ്റ്റൊക്കെ വരുന്ന അവിടെയൊക്കെ യൂസ് ചെയ്യാം. മെയിനായിട്ട് ഹിമാലയനൊക്കെ ആകുന്ന സമയത്ത് ഇത് എന്തായാലും ആവശ്യമുള്ള സാധനമാണ്. എപ്പോഴാണ് എവിടെയാണ് റെസ്റ്റൊക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഇതെന്തായാലും വേണം. അതേപോലെ ചില ഈ ലൂബ്രിക്കൻ്റായിട്ട് യൂസ് ചെയ്യാം. ഡസ്റ്റ് അട്രാക്റ്റീവാണ്, ഞാൻ സമ്മതിക്കുന്നു, ബട്ട് നമുക്ക് തുരുമ്പ് വരില്ല. അപ്പോൾ കീൻ്റെ അവിടെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ലൂബ്രിക്കൻറ്റും ഡേർട്ട് അട്രാക്റ്റ് ചെയ്താലും അത് നമുക്കിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ അത് പെക്കോളും, വലിയ സീനില്ല. പിന്നെ സിലിക്കോൺ സ്പ്രേ. ഇപ്പോൾ മാറ്റ് പെയിൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോറൂം ഫിനിഷ് ഉണ്ടാവും. നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന ആ ഒരു ഫിനിഷില്ല, അത് കിട്ടും. അത് ഞാൻ അങ്ങനെ യൂസൊന്നും ചെയ്യില്ല, മന്ത്ലി വൺസ് ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യാൻ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. സോ അങ്ങനെ എപ്പോഴും അടിക്കൊന്നുമില്ല. പിന്നെ ഈ ഞാൻ എല്ലാവരും എൻ്റെ ചോദിച്ചു, വണ്ടി ഇങ്ങനെ നമ്മൾ ഇത്ര നീറ്റായിട്ട് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് ഞാൻ വാഷ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കെയർ ചെയ്ത് കൊടുക്കുക വാഷ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം ചളിയായാലും പൊടിയായാലും വലിയ സീനില്ല, നമ്മളങ്ങനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാം, റസ്റ്റ് വരാതെ നോക്കുക, അതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. പിന്നെ ഒരു ബ്രേക്ക് പാഡ് ബാലൻസ് ഉണ്ട്, ഫ്രണ്ട് ബ്രേക്ക് പാഡ്. നമ്മൾ ഓൾറെഡി ഞാൻ ബാക്കത്തെ സൗണ്ട് വന്നപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. ഇത് കുഴപ്പമില്ല. ഇത് നോർമൽ ബ്രേക്ക് പാഡാണ്, സെറാമിക് ഒന്നുമല്ല. ഞാൻ അങ്ങനെ അത്ര പുഷ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക് പാഡ് അത്ര പെർഫോമൻസിക്കൊന്നും പോയില്ല. പിന്നെ കണ്ടില്ലേ, ഒരു ഗ്രീസ് ഉണ്ട് 33 രൂപയുടെ. ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്, അതിൻ്റെ ലിങ്ക് വിടാം. ഇത് നമുക്ക് ക്ലച്ച് ലിവറിൻ്റെ അവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചിലവിടെയൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ളത് വണ്ടി ആ സമയത്ത് മേടിച്ചത്, അതൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഒരു ഡീസലിൻ്റെ ഞാൻ 1 ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു, 1 ലിറ്റർ 1/2 ലിറ്റർ. ഇത് ഇതേപോലെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്, വെള്ളത്തിലിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെയിൻ ക്ലീൻ ചെയ്യും. പക്ഷെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. ഇപ്പോൾ മൊത്തം വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അങ്ങനെ അപ്പോൾ ക്ലീൻ ചെയ്യാൻ പറയും. എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാർ ഷാമ്പു ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ലാക്രോളിൻ്റെ ഒരു കാർ ഷാമ്പു 5 രൂപേൻ്റെ ഞാൻ മേടിച്ചതിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് പാക്കറ്റ് മേടിച്ചായിരുന്നു, അപ്പോൾ അതൊന്ന് ബാലൻസ് ഉള്ളതാണ്. ഇത് നല്ലതാണ്, ഇത് അടിപൊളിയാണ്, പർപ്പസ് മീറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വീട്ടിൽ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് വാഷ് ചെയ്യും. നിങ്ങൾ ഏത് കാർ ഷാമ്പു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാ ഷാമ്പു ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു കാർ ഷാമ്പു യൂസ് ചെയ്താൽ മതി, അതിൽ ഈ വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചെറിയ ക്ലോത്ത് ഉണ്ട്. ഇത് എന്തെങ്കിലും ഓയിൽ സ്ട്രെയിനൊക്കെ താഴെ എവിടെയും ക്ലീൻ ചെയ്യാനൊക്കെ അതിനൊക്കെ എന്ത് യൂസ് ചെയ്യുക, ചെയിൻ ക്ലീൻ ചെയ്യണമെങ്കിലോ അങ്ങനത്തെ. പിന്നെ ഒരു ബ്രഷ്, ഈ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴുകാൻ. ഞാൻ പക്ഷേ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ 3-4 മാസം മുന്നേ ക്ലീൻ ചെയ്തതാണ്, പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മഴ ഇപ്പോൾ ഇനി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയായിരിക്കും ഡീറ്റെയിൽ ആയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ.
അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും, അത്രയേ ഉള്ളൂ. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല. ഇനി ടൂൾസൊക്കെ ഓരോന്ന് മേടിക്കണമെന്നുണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യാനൊക്കെ, അപ്പോൾ ചെയ്ത് പഠിക്കാൻ. അപ്പോൾ നമുക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം വേറെ എന്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മോട്ടോർ സൈക്കിൾ കെയർ ബോക്സ് എന്ന് പറയാം. പക്ഷേ ഈ ബോക്സ് മറ്റേതിൻ്റെയാണ്, ഒരു പാത്രത്തിൻ്റെ എന്തിൻ്റെ ബോക്സാണ്. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനത് കളയാതെ ഇങ്ങനെ വെച്ചതാണ്, ഇതിങ്ങനെ സാധനങ്ങളൊന്നും വെക്കാമെന്നുള്ള രീതിക്ക്. പക്ഷേ ഇപ്പോൾ ഉപകാരമായി ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ, എവിടെയും മിസ്സാവില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.